ഇരിട്ടി മാക്കൂട്ടം ചുരത്തിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞ അപകടം. പരിക്കേറ്റ 2 കർണാടക സ്വദേശികളെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് അറിയുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? കണ്ണൂരിൽ നിന്നും കർണാടകയിലേക്ക്, കേരളം കർണാടക ഒരു അതിർത്തി പങ്കിടുന്ന ഒരു പാതയാണ് ഈ പറയുന്ന മാക്കൂട്ടം ചുരം പാത. ആ പാതയിലുള്ള ഒരു താഴ്ചയുള്ള പ്രദേശത്തേക്കാണ് ലോറി മറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംഭവം നടക്കുന്നത് 8:30 2 അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അല്ലെങ്കിൽ കർണാടക സ്വദേശികളായിട്ടുള്ള ഡ്രൈവർമാരും ഒരു ക്ലീനറുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനം മറിഞ്ഞ ഉടനെ തന്നെ അതുവഴി വരുന്ന മറ്റു വാഹനങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കുകയും ഉടനടി തന്നെ ഫയർഫോഴ്സിലേക്കൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൂടിയാണ് അവരെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇവരെ ഇപ്പോൾ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ മാക്കൂട്ടം ചുരം പാതയിൽ ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെയുള്ള പ്രദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ അപകട സാധ്യത ഉള്ള ഒരു മേഖല കൂടിയാണ്. അവിടെ ഒരു വളവിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഒരാളുടെ നില ഇപ്പോൾ ഗുരുതരമാണ്. അവരെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക്, കുറച്ചുകൂടി അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 2 പേർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമാണ്. അയാൾ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരി, കർണാടക സ്വദേശികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്.